ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഞെട്ടിക്കുന്ന ഒരു പ്രമോ പുറത്തു വന്നിരിക്കുന്നു. ആ പ്രമോ അനുസരിച്ച് ബിഗ് ബോസ് വീട്ടിലെ പവർ ടീം റോക്കിക്ക് എവിക്ഷൻ ശിക്ഷയായി നൽകിയിരിക്കുന്നു. ആ പ്രമോയുടെ കണ്ടന്റ് ഏകദേശം ഇങ്ങനെയാണ്. ബിഗ് ബോസ് തന്നെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി റോക്കി ഒരു ഗൗരവ നിയമലംഘനം നടത്തിയിരിക്കുന്നു. അതിന് പവർ ടീം എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് ബിഗ് ബോസ് പറയുന്നു. പവർ ടീം ഒന്നിച്ച് അതിനുവേണ്ടി ചർച്ച നടത്തുന്നു. അതിൽ ജാസ്മിൻ എവിക്ഷൻ നിർദ്ദേശിക്കുന്നു. എന്നാൽ എല്ലാവരും ഈ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴും ശ്രീരേഖ അതിനെ പിന്തുണയ്ക്കാതെ മറ്റൊരു അഭിപ്രായം പറയാൻ ശ്രമിക്കുന്നതായി കാണാം. ഏതായാലും അവസാനം വരുന്ന ഡിസിഷൻ ഇങ്ങനെയാണ്: റോക്കിയെ ഡയറക്റ്റ് എവിക്ഷൻ നടത്തുക എന്നുള്ളതാണ്. അതിൽ തന്നെ റോക്കിയെ എവിക്ട് ചെയ്യുക എന്നാണോ, നോമിനേഷൻ എവിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത് എന്നത് കൃത്യമായി നമുക്ക് വ്യക്തതയില്ല. ഏതായാലും ഇതിനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നടന്ന ചില നിയമലംഘനങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കുറേയേറെ നിയമലംഘനങ്ങൾ വീട്ടിൽ നടന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജാസ്മിനും ഗബ്രിയും റോക്കിയും ഉൾപ്പെട്ട ആ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഗെയിമിൽ റോക്കി വീട്ടിലെ വസ്തുക്കൾ ഇടിച്ചു പൊട്ടിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടിരുന്നു. ബിഗ് ബോസ് വീട്ടിലെ വസ്തുവകകൾ പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ കേടുവരുത്തുന്നത്, ഉപയോഗശൂന്യമാക്കുന്നത് എല്ലാം ബിഗ് ബോസിന്റെ നിയമത്തിന് എതിരാണ്. അതാണോ ബിഗ് ബോസ് ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് വ്യക്തതയില്ല. മറ്റൊരു കാര്യം, ഇന്നലെ രാത്രി നടന്ന ഗെയിം ബോളുകൾ ഉപയോഗിച്ച് എറിഞ്ഞ് പിരമിഡുകൾ തകർക്കണമെന്നതായിരുന്നു. അതിൽ ബോളുകൾ തടുക്കാൻ മത്സരാർത്ഥികൾ അതിന് മുൻപിൽ ആ സമയത്ത് മത്സരാർത്ഥികളെ എറിയാമായിരുന്നു. പക്ഷേ മത്സരം അവസാനിച്ചതിന് ശേഷം ആദ്യ റൗണ്ടിൽ പലരുടെയും പിരമിഡുകൾ വിധി നിർണയത്തിന് മുൻപ് തന്നെ റോക്കി മറിച്ചിട്ടിരുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി അതിൽ ചില വ്യക്തികളെ ഗെയിമിന് ശേഷം എറിഞ്ഞിരുന്നു. പിരമിഡിലേക്ക് എന്ന രീതിയിൽ എറിഞ്ഞ 1-2 ബോളുകൾ ശ്രീരേഖയുടെ ശരീരത്ത് കൊണ്ടിരുന്നു. ഇതിന് മറുപടിയായി ശ്രീരേഖ ഒരു ബോളും എടുത്തുകൊണ്ട് തിരികെ വന്ന് എന്റെ മേത്തിട്ടാണോ നീ എറിയുന്നത്, അല്ലെങ്കിൽ എന്റെ ദേഹത്തിട്ട് നീ എറിയുമോ എന്ന് ചോദിച്ച് കട്ടക്കലിപ്പിൽ മുന്നോട്ട് കയറി വരുന്നതും റോക്കിയുടെ മുൻപിൽ വളരെ ദേഷ്യത്തോടെ നിലകൊള്ളുന്നതും ആയ ഒരു രംഗമുണ്ടായിരുന്നു. അതായത് ഒരു മത്സരാർത്ഥിയെ ദേഹോപദ്രവം ചെയ്യുക എന്ന കുറ്റത്തിൽ അത് പെടും. ആ ഒരു കാര്യമാണോ ബിഗ് ബോസ് കണ്ടെത്തിയിരിക്കുന്ന നിയമലംഘനം എന്ന് വ്യക്തതയില്ല. ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന പ്രശ്നങ്ങൾക്ക് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് റോക്കിയെയും ഗബ്രിയെയും ജാസ്മിനെയും വിളിച്ചുവെങ്കിലും കാര്യമായ ശിക്ഷകളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കൊടുത്തില്ല. ഒരു വാണിംഗ് കൊടുത്ത് തിരിച്ചുവിട്ടും. കൂടുതൽ റിയാക്ട് ചെയ്യാതെ ബിഗ് ബോസ് വിടുന്ന ചില കാര്യങ്ങൾ പിന്നീട് അതിന്റെ പേരിൽ മറ്റെന്തെങ്കിലും ഒരു കലാപരിപാടി ഒപ്പിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഒപ്പിക്കാനുള്ള ഒരു സാഹചര്യം കണ്ടുകൂടിയാണ് ബിഗ് ബോസ് അതങ്ങനെ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അത് ലാലേട്ടൻ എപ്പിസോഡിന് വിടാനായിരിക്കും. അപ്പോൾ ഇന്നലെ നടന്ന സംഭവങ്ങളിൽ ചിലതെങ്കിലും ആ ഉദ്ദേശത്തോടെ ബിഗ് ബോസ് വിട്ടിട്ടുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾക്ക് ഒരു ഡയറക്റ്റ് എലിമിനേഷനിലേക്കുള്ള നോമിനേഷനിൽ അവർക്ക് ചെയ്യാം. പക്ഷേ ഡയറക്റ്റ് എവിക്ഷൻ ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്ന് വ്യക്തതയില്ല. രണ്ടാമത്തെ കാര്യം, ഇനി അവർ ഡയറക്റ്റ് എവിക്ഷൻ നോമിനേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പവർ റൂമിലുള്ള അംഗങ്ങൾക്ക് നേരത്തെ തന്നെ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ ഒരു വ്യക്തിക്ക് പകരമായി ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യപ്പെടുമോ അതോ ഇനി മറ്റൊരാളെ കൂടി നോമിനേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യവും ആ ഒരു കാര്യത്തിൽ വരും. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ മുന്നോട്ട് പോകെ ഈ കാര്യത്തിന് വ്യക്തത ലഭിക്കും.